ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളൊരു പാവം നാടൻ ഒരു ചീരപ്പരിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് നോക്കാം. കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന നോർത്ത് ഇന്ത്യൻ ഗരം മസാല റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചിട്ടുണ്ട് അനിത നായർ. അനിത എൻ്റെ ബ്ലോഗിലത്തെ 2 റെസിപ്പീസ് ഈ ഗരം മസാല ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാനും ഇതുപോലെ തന്നെയാണ് ലേബിൾ ചെയ്ത് വെക്കാറ്. അത് കണ്ടപ്പോൾ ഒരു രസം. പിന്നെ അനിത നമ്മുടെ എപ്പിസോഡ് 8-ത്തെ മലബാർ ഫിഷ് കറി ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അനിതക്ക് മീൻ ഒരുപാട് ഇഷ്ടമില്ലാത്ത ആളാണ്. എന്നാലും ഈ കറി ഇഷ്ടമായെന്ന് കേട്ടതിൽ ഹാപ്പി. നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്യുമ്പോൾ മറക്കാതെ എനിക്കൊരു ഫോട്ടോ അയക്കണം. പലരും മെസ്സേജ് അയക്കാറുണ്ട്, ട്രൈ ചെയ്തു, ഇത് ട്രൈ ചെയ്തു എന്നൊക്കെ. ഫോട്ടോ കാണുമ്പോൾ അതിനേക്കാളും സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവം നാടൻ ചീരപ്പരിപ്പ്. നമ്മുടെ ദാൽ പാലക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആണ്. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ നല്ല അസല് ചീരപ്പരിപ്പ്. ഈ ചീരപ്പരിപ്പിൽ ചെറുപയർ പരിപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ പാലക്ക്, നമ്മുടെ സാധാരണ നാടൻ ചീര, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ചീര ഉപയോഗിച്ചാലും മതി. പിന്നെ ഈ ചീരപ്പരിപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഞാൻ ചതച്ച ഉള്ളിയും മുളകും വറുത്ത ചമ്മന്തി. ഇത് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. അടുത്ത വീഡിയോയിൽ തന്നെ ആ സിമ്പിൾ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് പാലക്കാണ്. നന്നായി കഴുകി ഡ്രെയിൻ ചെയ്യണം. പാലക്ക് നന്നായി കഴുകിയില്ലെങ്കിൽ ആ ഒരു മണം നിൽക്കും. അപ്പം നമ്മുടെ പരിപ്പ് ചാറിൻ്റെ ആ ടേസ്റ്റ് കുറച്ച് മാറിപ്പോവും. 3-4 കപ്പ് പാലക്ക് ഉണ്ട്. ഇത് നന്നായി കഴുകി വാടിയ ഇലകളും തണ്ടൊക്കെ കളയാം. അതിനുശേഷം നന്നായി ഡ്രെയിൻ ചെയ്തിട്ട് ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. പിന്നെ എടുക്കുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പ് എന്നുവെച്ചാൽ നമ്മുടെ മൂങ്ങ് ദാലിൻ്റെ പരിപ്പാണ്. അത് മഞ്ഞ കളറിലുള്ളത്. ഇതൊരു 1/4 കപ്പിനേക്കാളും കൂടുതൽ എടുക്കുന്നുണ്ട്, 1/2 കപ്പിൻ്റെ കുറവും. ഇത് നന്നായി കഴുകി കുക്കറിൽ തന്നെ കഴുകി നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് വെക്കാം. ഇത് കുക്ക് ചെയ്തെടുക്കാൻ 2-3 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന പരിപ്പുണ്ട്, അതിലേക്ക് ആ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് പിന്നെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ചീരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റിനനുസരിച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് നല്ല മണമുള്ളൊരു ഒരുപാട് എരിവില്ലാത്ത ഈ വലിയ മുളകാണ്. അതൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1/3 ടീസ്പൂണാണിത്. ഉപ്പ് പാകത്തിന് ചേർക്കണം. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി വെള്ളം പാകത്തിന് ചേർക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളം ചേർക്കരുത്. ഈ ചീരയും പരിപ്പൊക്കെ ഒന്ന് മൂടി നിൽക്കാനുള്ള അത്രയും വെള്ളം ചേർക്കാവൂ. എന്നിട്ട് നമ്മളിതൊന്ന് പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. മീഡിയം തീയിൽ വെച്ചിട്ട് 3 സ്റ്റീം വിസിൽ കേൾക്കണ വരെയും വെക്കാം. ആ സമയത്ത് നമുക്ക് തേങ്ങ, നല്ല ജീരകം, ഉള്ളിയൊക്കെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കാം. ഇതിന് 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. 1 ചുമന്നുള്ളി സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം. ഇതൊക്കെ ചേർത്ത് ശകലം വെള്ളം, അതൊന്ന് അരച്ച് കിട്ടാനുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടാറിയതിന് ശേഷം നമുക്കത് തുറക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ അരച്ച പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് എന്നിട്ട് ഒന്നും കൂടി ചൂടാക്കി ഒന്ന് തിളപ്പിച്ചാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. മഞ്ഞൾ പോരെങ്കിൽ കുറച്ച് ചേർക്കാം, അതുപോലെ ഉപ്പ് പോരെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്ക് പരിപ്പ് താളിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ പാകത്തിന് കുറച്ച് കടുക് പൊട്ടിക്കാം. ഇതിലിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഐറ്റംസ് ചേർക്കാം. ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കമുളക് ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഇന്ന് ഞാൻ
ഇവിടെ കടുകും ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും മാത്രം ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് നല്ല ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് പരിപ്പിൻ്റെ മുകളിൽ ഒഴിക്കാം. ഇടയ്ക്ക് ഞാൻ ഈ പൊട്ടിക്കുന്നതിലും കുറച്ച് നല്ല ജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കണം നമ്മുടെ പാവം നാടൻ ചീരപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചോറും കൂട്ടി കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. നല്ല ന്യൂട്രീഷ്യസ് ആണ് നമ്മുടെ ചെറുപയർ പരിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ പാലക്കും. പിന്നെ വലിയവർക്കും നല്ല ഇഷ്ടമുള്ളതാണ്. പരിപ്പ് ഉള്ളപ്പോൾ എന്തെങ്കിലും സൈഡിലൊരു ഇതുപോലെ ഞാൻ പറഞ്ഞ മുളക് ചമ്മന്തി അല്ലെങ്കിൽ വല്ല ഓംലെറ്റോ എന്തെങ്കിലും ഫ്രൈ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ നല്ല ഉഷാറായി ഊണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. പിന്നെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് നിങ്ങൾ കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാലല്ലേ ചെയ്യുന്നത് നന്നാവണമെന്ന് അറിയുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.